നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. മങ്കരയിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ വൻ മോഷണം. 8 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു. പി സരിനെ പുകഴ്ത്തി ഇ.പി. ജയരാജൻ. ഇ.പി. ജയരാജനെ പാലക്കാട് പ്രചരണത്തിന് എത്തിച്ചിട്ടും കാര്യമില്ലെന്ന് വി.ഡി. സതീശൻ. ഇ.പി. ജയരാജന്റെ ആത്മകഥ വിവാദത്തിൽ പ്രതിരോധത്തിലായി CPM. മുനമ്പം വിഷയത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നതായി മന്ത്രി പി രാജീവ്. പോളിംഗ് കുറഞ്ഞത് LDFനെ ബാധിക്കില്ല എന്ന് MV ഗോവിന്ദൻ. ചേലക്കരയിൽ DMK മുന്നേറ്റമുണ്ടാക്കുമെന്ന് PV അൻവർ. മണ്ഡലകാല തീർത്ഥാടനം നാളെ മുതൽ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. മങ്കരയിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ വൻ മോഷണം. 8 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു. മങ്കരയിലെ ആൾതാമസമില്ലാത്ത വീട് കുത്തി തുറന്ന് 15 പവൻ സ്വർണ്ണാഭരണങ്ങളും LED ടിവികളും മോഷ്ടിച്ചു. മങ്കര വാഴാനി റോഡിൽ ഫാത്തിമ ഹോളോബ്രിക്സ് ഉടമ കളത്തിപ്പറ കുഞ്ഞാന്റെ വീട്ടിലാണ് മോഷണം. ഭാര്യയുടെ മരണശേഷം മക്കളുമൊത്ത് കുഞ്ഞാൻ മലപ്പുറത്താണ് താമസം. ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. കുഞ്ഞാൻ ഇടയ്ക്ക് മാത്രമേ ഈ വീട്ടിൽ വരാറുള്ളൂ. ഹോളോബ്രിക്സ് കമ്പനി നേരത്തെ അടച്ചുപൂട്ടിയിരുന്നു. മൊന്തയും കാടും പിടിച്ചു കിടക്കുന്ന വീട്ടിൽ പുല്ല് വെട്ടി മാറ്റാനായി ഏർപ്പാടാക്കിയിരുന്നു. രാവിലെ പുല്ല് വെട്ടാനായി എത്തിയ തൊഴിലാളികളാണ് വീട് തുറന്നു കിടക്കുന്നത് കണ്ടത്. ഉടനെ വീട്ടുടമയെ വിവരം അറിയിക്കുകയായിരുന്നു. വീട്ടുടമയുടെ പരാതി പ്രകാരം വടക്കാഞ്ചേരി പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വീടിനുള്ളിലെ അലമാരകൾ മുഴുവനും കുത്തി തുറന്ന് സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി പി സരിനെ പുകഴ്ത്തി ഇ.പി. ജയരാജൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി പി സരിനെ പുകഴ്ത്തി CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ. കഴിഞ്ഞ ദിവസം DC ബുക്സ് പങ്കുവച്ച ഇ.പി. ജയരാജന്റെ ആത്മകഥയിൽ സരിനെതിരെ പരാമർശമുണ്ടായിരുന്നു. സ്ഥാനം മോഹിച്ചു വരുന്നവർ വയ്യാവേലിയാകും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഇ.പി.യുടെ പ്രതികരണം. സരിൻ പാലക്കാടിന് ലഭിച്ച മികച്ച സ്ഥാനാർത്ഥിയാണെന്നും വിശ്വസിച്ച കോൺഗ്രസിൽ നിന്ന് സരിന് നീതി കിട്ടിയില്ലെന്നും ഇ.പി. പറഞ്ഞു. സരിൻ ഉത്തമനായ ചെറുപ്പക്കാരനാണ് എന്നും പൊതുസമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ജനസേവനത്തിന് വേണ്ടി ജോലി പോലും രാജിവെച്ചയാളാണ് അദ്ദേഹമെന്നും ഇ.പി. പറഞ്ഞു. സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ പ്രവണതകളെ മാറ്റിമറിച്ച് ഒരു പുതിയ നാടാക്കി മാറ്റാൻ പുതിയ പാലക്കാട് സൃഷ്ടിച്ചെടുക്കാൻ സരിന് സാധിക്കും. സരിൻ എന്നും കർഷകർക്കും തൊഴിലാളികൾക്കും ഒപ്പമാണ്. സ്വന്തം കഴിവുകൊണ്ട് മുന്നേറിയ ആളാണ് സരിനെന്നും ഇ.പി. ജയരാജൻ ചൂണ്ടിക്കാട്ടി. പാലക്കാട് പിടിച്ചെടുക്കാൻ സരിന് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് സരിൻ ജയിക്കും. പാലക്കാടിന്റെ സമസ്ത മേഖലയിലും വികസന മുരടിപ്പാണുള്ളതെന്നും ഇ.പി. പറഞ്ഞു. വികസനോത്മകമായ പാലക്കാടിനായി സരിനാണ് ജയിക്കേണ്ടത്. സരിൻ ജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണ് എന്ന് യുവാക്കളും വിദ്യാർത്ഥികളും സ്ത്രീകളും ആഗ്രഹിക്കുന്നു. ജനസേവനത്തിന് മാതൃകയായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ജനവിധി തേടുന്നത് എന്നും ഇ.പി. വ്യക്തമാക്കി. സരിൻ ജയിക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയമല്ല സ്വീകരിച്ചത് എങ്കിലും ഇടതുപക്ഷ മനസ്സായിരുന്നു സരിന്റേത് എന്നും അദ്ദേഹം പറഞ്ഞു. പണമുണ്ടാക്കാനുള്ള സാഹചര്യമുള്ള ഉന്നതനായ ഒരു വ്യക്തി അതെല്ലാം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് അപൂർവമാണ് എന്നും അദ്ദേഹം വിശ്വസിച്ച കോൺഗ്രസ് വർഗീയ ശക്തികളുമായും വ്യക്തി താൽപര്യങ്ങൾക്കും സാമ്പത്തിക നേട്ടത്തിനും വേണ്ടി നിലകൊണ്ടു എന്നും ഇ.പി. കുറ്റപ്പെടുത്തി. എന്നാൽ തന്റെ ആത്മകഥ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും ആർക്കും പ്രസാധന ചുമതല കൊടുത്തിട്ടില്ല എന്നും ഇ.പി. വ്യക്തമാക്കി. താൻ തന്നെയാണ് ആത്മകഥ എഴുതുന്നത്. എന്നാൽ കൈയക്ഷരം മോശമായതിനാൽ ഭാഷാശുദ്ധിയൊക്കെ വരുത്തി പ്രസിദ്ധീകരിക്കാൻ ഒരാളെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇ.പി. പറഞ്ഞു. നിലവിലെ വിവാദത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നും അദ്ദേഹം ആരോപിച്ചു. ഇ.പി. ജയരാജനെ പാലക്കാട് പ്രചരണത്തിന് എത്തിച്ചിട്ടും കാര്യമില്ലെന്ന് വി.ഡി. സതീശൻ. ഇ.പി. ജയരാജനെ പാലക്കാട് പ്രചരണത്തിനെത്തിച്ചിട്ടും കാര്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ജയരാജന്റെ പുസ്തകത്തിന്റെ പ്രകാശനം നീട്ടിവെച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കാരണമെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. പാലക്കാട് മത്സരം UDFും BJPയും തമ്മിലാണെന്നായിരുന്നു മുരളീധരനെ തള്ളിക്കൊണ്ടുള്ള സതീശന്റെ അഭിപ്രായം.
സരിൻ സ്ഥാനാർത്ഥിയായതോടെ LDF 3-ാം സ്ഥാനത്ത് തന്നെ തുടരുമെന്നും പാലക്കാട് UDF 10,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം നേടുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. EP ജയരാജൻ സരിനെതിരെ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞെന്നും ഇനി തിരുത്തി പറഞ്ഞിട്ട് കാര്യമില്ലെന്നും VD സതീശൻ പറഞ്ഞു. പാർട്ടി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് EP പാലക്കാട്ടെത്തുന്നത്. സരിനെപ്പറ്റി EP പറഞ്ഞത് യാഥാർത്ഥ്യം മാത്രമാണെന്ന് വ്യക്തമാക്കിയ സതീശൻ സരിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ CPM-ന് അതൃപ്തിയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. EP ആ കാര്യം തുറന്നു പറഞ്ഞെന്നും പ്രതിപക്ഷ നേതാവ് EP ജയരാജന്റെ ആത്മകഥ വിവാദത്തിൽ പ്രതിരോധത്തിലായി CPM. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പ്രതിരോധത്തിലായി CPIM. ഉപതെരഞ്ഞെടുപ്പ് ദിവസമുണ്ടായ വിവാദം വോട്ടർമാർക്കിടയിൽ അവ്യക്തത സൃഷ്ടിച്ചെന്നാണ് CPIM വിലയിരുത്തൽ. വിവാദ വോട്ടെടുപ്പ് പൂർത്തിയായ ചേലക്കരയിൽ പ്രതികൂലമായേക്കാമെന്നും പാർട്ടി വിലയിരുത്തുന്നു. പാലക്കാടും EP-യുടെ വിവാദ ആത്മകഥ രാഷ്ട്രീയ ചർച്ചയാക്കാനാണ് UDF-ഉം BJP-യും തയ്യാറെടുക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് ഇടത് ക്യാമ്പ്. EP-യെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോവുക എന്നതാണ് പാർട്ടിയുടെ ധാരണ. എന്നാൽ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പരിശോധിക്കാനും പാർട്ടി തയ്യാറെടുക്കുകയാണ്. മുനമ്പം വിഷയത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് BJP-യും UDF-ഉം ശ്രമിക്കുന്നതായി മന്ത്രി P രാജീവ്. മുനമ്പം വിഷയത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് BJP-യും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ UDF-ഉം ശ്രമിക്കുന്നതായി മന്ത്രി P രാജീവ്. മുനമ്പത്ത് വരുന്ന BJP-ക്കാർ എന്തുകൊണ്ട് മണിപ്പൂരിൽ പോകുന്നില്ലെന്നും എന്ന് അദ്ദേഹം ചോദിച്ചു. മണിപ്പൂർ സന്ദർശിക്കാൻ പ്രധാനമന്ത്രിക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. ഏതെല്ലാം ആരാധനാലയങ്ങളാണ് അവിടെ ചുട്ടരിക്കപ്പെട്ടത്? അവിടെ പോകാത്തവരാണ് ആവേശത്തോടെ ഇവിടെ വരുന്നത്. മുനമ്പത്തെ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കാൻ സർക്കാരോ പാർട്ടിയോ ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരമടക്കാൻ ഇടത് സർക്കാരാണ് തീരുമാനിച്ചത്. ഇതിനെതിരെ പ്രമേയം കൊണ്ടുവന്നത് ആരാണെന്നും മന്ത്രി ചോദിച്ചു. നിയമക്കുരുക്ക് അഴിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വഖഫ് നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല എന്നാണ് മിക്ക മാധ്യമങ്ങളും വാർത്ത നൽകിയത്. അത് തെറ്റാണെന്ന് P രാജീവ് പറഞ്ഞു. ക്രിമിനൽ കുറ്റങ്ങൾക്ക് മുൻകാല പ്രാബല്യമില്ല എന്നാണ് കോടതി പറഞ്ഞത്. വഖഫ് ബോർഡ് ആർക്കൊക്കെ നോട്ടീസ് നൽകിയെന്ന് ഒരു മാധ്യമത്തിലും വന്നിട്ടില്ല. ഇത് ഏതെങ്കിലും മതത്തിന്റെ പ്രശ്നമല്ല. എന്നാൽ വിഷയത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് BJP-യും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ UDF-ഉം ശ്രമിക്കുന്നതായി അദ്ദേഹം ആരോപിച്ചു. പോളിംഗ് കുറഞ്ഞത് LDF-നെ ബാധിക്കില്ല എന്ന് MV ഗോവിന്ദൻ. പോളിംഗ് കുറഞ്ഞത് LDF-നെ ബാധിക്കില്ല എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. ചേലക്കര മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും വയനാട് നില മെച്ചപ്പെടുത്തുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പാലക്കാട് LDF വിജയിക്കും. BJP 3-ാം സ്ഥാനത്തെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. EP ജയരാജനോട് പാർട്ടി വിശദീകരണം ചോദിക്കേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. EP തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആത്മകഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ EP പാലക്കാട് യോഗത്തിൽ വിശദീകരിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. ഒരിടവേള. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി? അമ്മി മോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്, വാട്ട് ഈസ് സർപ്രൈസ്? ഹലോ. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്കൊരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, Oryx Builders. Oryx, the builders of trustworthy home spaces. Oryx Builders Private Limited, adorning lives. വാർത്തകൾ തുടരുന്നു. ചേലക്കരയിൽ DMK മുന്നേറ്റമുണ്ടാക്കുമെന്ന് PV അൻവർ. ചേലക്കരയിൽ DMK മുന്നേറ്റമുണ്ടാക്കുമെന്ന് PV അൻവർ പറഞ്ഞു. പിണറായിസത്തിനും പൊളിറ്റിക്കൽ നെക്സസിനുമെതിരെ ജനം വിധി എഴുതിയെന്നും വയനാട്ടിൽ പോളിംഗ് കുറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറക്കുമെന്നും PV അൻവർ വ്യക്തമാക്കി. 33 ദിവസം മാത്രം പ്രായമുള്ള സോഷ്യൽ സംഘടനയാണ് മത്സരിച്ചതെന്നും ഈ സംഘടനക്ക് പിണറായിസത്തിനും പൊളിറ്റിക്കൽ നെക്സസിനുമെതിരെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പെട്ടി തുറക്കുന്ന ദിവസം മനസ്സിലാകുമെന്നും അൻവർ പറഞ്ഞു. ജനങ്ങളുടെ മനസ്സ് തങ്ങൾക്കൊപ്പമെന്ന് പറഞ്ഞ അൻവർ പിണറായിസത്തിനും പൊളിറ്റിക്കൽ നെക്സസിനുമെതിരെ ജനം വിധി എഴുതിയെന്നും വ്യക്തമാക്കി. വയനാട്ടിൽ പോളിംഗ് കുറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറക്കുമെന്ന് അൻവർ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നിരുത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്തു. ഇക്കാര്യം KPCC പ്രസിഡന്റിനോട് സൂചിപ്പിച്ചിരുന്നെങ്കിലും മാറ്റമുണ്ടായില്ല.
വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മടുപ്പുണ്ട്. മടുപ്പ് മാറ്റുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെട്ടു. അൻവർ ചൂണ്ടിക്കാട്ടി. മണ്ഡലകാല തീർത്ഥാടനം നാളെ മുതൽ ആരംഭിക്കും. നാളെ മുതൽ മണ്ഡലകാല തീർത്ഥാടനം ആരംഭിക്കും. വൈകിട്ട് 5-ന് തന്ത്രിമാരായ കണ്ഠര രാജീവര്, കണ്ഠര ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിലവിലെ മേൽശാന്തി PN മഹേഷ് ക്ഷേത്രനട തുറക്കും. തുടർന്ന് മാളികപ്പുറം ക്ഷേത്രം തുറക്കാനായി അവിടുത്തെ മേൽശാന്തി PM മുരളിക്ക് താക്കോലും ഭസ്മവും നൽകിയ ശേഷം 18-ാം പടിയിൽ തെളിയിക്കും. ശേഷം ഭക്തർക്കായി ക്ഷേത്രനട തുറക്കും. നാളെ ഭക്തർക്ക് ദർശനവും പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണവും മാത്രമേയുള്ളൂ. പുതിയ മേൽശാന്തിമാരായ S അരുൺകുമാർ നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ സ്ഥാനാരോഹണം വൈകിട്ട് 6 മണിക്കാണ്. തന്ത്രിമാരുടെ കാർമ്മികത്വത്തിൽ കലശം പൂജിച്ച് അഭിഷേകം ചെയ്യും. മുനമ്പം വിഷയത്തിൽ പ്രതികരണവുമായി റാഷിദ് അലി ശിഹാബ് തങ്ങൾ. മുനമ്പം വിഷയത്തിൽ പ്രതികരണവുമായി മുൻ വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ. VS സർക്കാർ നിയമിച്ച നിസാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ് വഖഫ് ബോർഡിന് ഭൂമി ഏറ്റെടുക്കാൻ നിർദ്ദേശം വന്നത്. നിസാർ കമ്മീഷൻ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് ഹൈക്കോടതിയുടെ കോടതി അലക്ഷ്യം ഉത്തരവ് വന്നു. കോടതി അലക്ഷ്യമാവും എന്നതുകൊണ്ടാണ് പരിഗണിക്കേണ്ടി വന്നത്. മുനമ്പത്തെ കുടുംബങ്ങൾക്ക് താൻ ചെയർമാനായിരുന്ന കാലത്ത് ഒരു നോട്ടീസ് പോലും അയച്ചില്ല. CPM നേതാവ് TK ഹംസ ചെയർമാനായപ്പോഴാണ് മുനമ്പത്തെ കുടുംബങ്ങൾക്ക് നോട്ടീസ് അയച്ചത്. VS സർക്കാരിന്റെ അതേ നിലപാടായിരുന്നു മുനമ്പം വിഷയത്തിൽ പിണറായി സർക്കാരിനും. പാവപ്പെട്ട കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നതെന്ന മാനസിക പരിഗണന വെച്ച് അവരെ ഇറക്കിവിടുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിനാണ് ഇപ്പോഴും വിഷയം പരിഹരിക്കാൻ കഴിയുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2014 മുതൽ 2019 വരെയാണ് റഷീദ് അലി ശിഹാബ് തങ്ങൾ വഖഫ് ബോർഡ് ചെയർമാൻ ആയിരുന്നത്. നിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് ദിനം അടുത്തുവരവേ പാലക്കാട് കോൺഗ്രസിൽ കൊഴിഞ്ഞുപോക്ക്. നിർണായകമായ ഉപതിരഞ്ഞെടുപ്പ് ദിനം അടുത്തുവരവേ പാലക്കാട് കോൺഗ്രസിൽ കൊഴിഞ്ഞുപോക്ക്. ജില്ലാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരി CPIM-ൽ ചേർന്നു. കൃഷ്ണകുമാരിയെ CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. വെള്ളിനേഴി പഞ്ചായത്തിൽ ദുരനുഭവമുണ്ടായെന്നും കൃഷ്ണകുമാരിയുടെ വാർഡിൽ BJPക്കും കോൺഗ്രസിനും ഒരു സ്ഥാനാർത്ഥിയാണെന്നും സുരേഷ് ബാബു പറഞ്ഞു. ഇത്തരം നടപടികളിൽ പ്രതിഷേധിച്ചാണ് കൃഷ്ണകുമാരി പാർട്ടിയിൽ ചേരുന്നത്. CPIM പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയുണ്ട് എന്ന് തെളിയുകയാണെന്നും P സരിൻ ഉയർത്തിയ നിലപാട് കോൺഗ്രസിൽ നിന്ന് വരുന്നവർ ശരിവെക്കുന്നുവെന്നും സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു. EP ജയരാജന്റെ ആത്മകഥ വിവാദത്തിൽ പ്രതികരിച്ച് MM ഹസൻ. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പ്രതികരിച്ച് UDF കൺവീനർ MM ഹസൻ. ആത്മനൊമ്പരങ്ങളുടെ കഥയാണ് EP ജയരാജന്റേതായി പുറത്തുവന്നതെന്ന് MM ഹസൻ പറഞ്ഞു. കുറെ കാലമായി ജയരാജൻ ഒരു മുറിവേറ്റ സിംഹത്തെ പോലെയാണ് കഴിയുന്നത്. അദ്ദേഹത്തിന് അർഹതപ്പെട്ട പാർട്ടി സെക്രട്ടറി സ്ഥാനം നിഷേധിച്ചുവെന്നും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെന്നും MM ഹസൻ ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുള്ള ഭരണം വന്നില്ല എന്നുള്ളത് നിരന്തരം പറഞ്ഞതാണ്. സരിൻ പാലക്കാട് സ്ഥാനാർത്ഥിയായത് ശരിയോ തെറ്റോ എന്നുള്ളത് കാലം തീരുമാനിക്കുമെന്നും MM ഹസൻ പറഞ്ഞു. ആത്മകഥ അദ്ദേഹത്തിന്റെ അല്ല എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ജനങ്ങൾ വിശ്വസിക്കില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ. വിപണന തന്ത്രം വിജയിച്ചിരിക്കുകയാണ്. EP-യുടെ ആത്മകഥയ്ക്ക് ഒപ്പം ഒരു ജീവചരിത്രവും എഴുതിയിരിക്കുന്നു എന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും MM ഹസൻ പ്രതികരിച്ചു. EP വന്നാൽ UDF സ്വീകരിക്കുമെന്നും MM ഹസൻ പറഞ്ഞു. കോൺഗ്രസിലേക്ക് വരണമോ എന്നുള്ളത് EP ആണ് തീരുമാനിക്കേണ്ടത്. EP-യുടെ ആത്മകഥ ആത്മനൊമ്പരങ്ങളുടെ കഥയാണെന്നും MM ഹസൻ കൂട്ടിച്ചേർത്തു. വയനാട് ചേലക്കര പോളിംഗ് ശതമാന കണക്കുകൾ LDF-നോടും UDF-നോടും സാധാരണ ജനങ്ങൾക്കുള്ള അതൃപ്തിയാണെന്ന് K സുരേന്ദ്രൻ. വയനാട് ചേലക്കര പോളിംഗ് ശതമാന കണക്കുകൾ LDF-നോടും UDF-നോടും സാധാരണ ജനങ്ങൾക്കുള്ള അതൃപ്തിയാണ് കാണിക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ പറഞ്ഞു. വഖഫ് വിഷയത്തിൽ ക്രൈസ്തവർക്കുള്ള പ്രതിഷേധം പോളിംഗ് ശതമാനം കുറയാൻ കാരണമായി. തങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്ന ധാരണ ക്രൈസ്തവ വോട്ടർമാർക്കുണ്ടായി. ന്യൂനപക്ഷ അവകാശം ഒരു വിഭാഗത്തിന്റെ മാത്രമായി മാറി. മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും വലിയ തിരിച്ചടി കിട്ടും. UDF-ന്റെ ജനപിന്തുണ വയനാട്ടിലടക്കം കുറഞ്ഞു. മൂന്നാം ബദലിന് ജനം ആഗ്രഹിക്കുന്നു. UDF ഈ തിരഞ്ഞെടുപ്പിൽ അപ്രസക്തമാകും. തോൽക്കുന്നതിന്റെ കാരണം കണ്ടെത്തുകയാണ് CPM. 23-ന് പറയേണ്ട കാരണം ഇപ്പോൾ തന്നെ പറയേണ്ടതില്ലായിരുന്നു. CPM-ന് ഇപ്പോൾ ചിഹ്നമില്ല. തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കേരളത്തിൽ CPM ചിഹ്ന ഭിന്നമാകും. കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പിണറായിക്ക് ഒരു അവാർഡ് കൊടുത്തു വിടാവുന്നതാണ്.
പിണറായിയിൽ തുടങ്ങി പിണറായിയിൽ അവസാനിക്കുന്നതാണ് CPM. ചേലക്കരയും പാലക്കാടും BJP ജയിക്കും. നിങ്ങളിൽ പലർക്കും അറ്റാക്ക് വരും, അതാണ് തന്റെ ആശങ്കയെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. ഒരിടവേള. തൃശൂർ ആസ്ഥാനമായി ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ഹോപ്പ് സൈക്കോളജി കൗൺസിലിംഗ് സെന്ററിൽ കുട്ടികൾ, കൗമാരക്കാർ, മുതിർന്നവർ, പ്രായമായവർ എന്നിവർക്കായി സമഗ്രമായ മാനസിക സേവനങ്ങൾ, എല്ലാവരുടെയും മാനസിക ക്ഷേമത്തിലേക്കുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കം കുറിക്കാൻ ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ, ഓപ്പോസിറ്റ് സരോജ ഹോസ്പിറ്റൽ, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ പതാക ഉയർത്തി. 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി 3279 നമ്പർ വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിൽ ബാങ്ക് ഭരണസമിതി പ്രസിഡന്റ് ശ്രീ NK പ്രമോദ് കുമാർ സഹകരണ പതാക ഉയർത്തി. അതോടൊപ്പം തന്നെ 19-ാം തീയതി നമ്മുടെ ജില്ലയുടെ സമാപന ചടങ്ങ് കുന്നംകുളത്ത് വെച്ച് ചേരുകയാണ്. നമ്മുടെ ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ 20-ാം തീയതി തീരുമാനിച്ച പരിപാടി ഇലക്ഷൻ്റെ പ്രോട്ടോക്കോൾ നിലവിലുള്ളതുകൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ സഹകരണ പ്രസ്ഥാനം കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് ഇത്. സാധാരണക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച ഈ പ്രസ്ഥാനം വളരെ മുന്നോട്ട് പോവുകയാണ്. മറ്റ് ഒട്ടേറെ വെല്ലുവിളികൾ ഈ സഹകരണ പ്രസ്ഥാനം നേരിടുന്നുണ്ട്. ആ വെല്ലുവിളികളൊക്കെ തന്നെ നേരിട്ട് കൊണ്ട് ഈ പ്രസ്ഥാനത്ത് നിലനിർത്താൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ടാകണം. ഈ ജില്ലാതലത്തിലുള്ള വാരാഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമായി എല്ലാ ബാങ്കിലും ഇന്ന് പതാക ഉയർത്തണം എന്ന് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാങ്ക് ഭരണസമിതി വൈസ് പ്രസിഡന്റ് ശ്രീ CV പൗലോസ്, ഭരണസമിതി അംഗങ്ങളായ ശ്രീ KR ബാലകൃഷ്ണൻ, ശ്രീ V അശോകൻ, ശ്രീമതി ജയലത, ശ്രീമതി മാഗി സൈമൺ, കുമാരി CG ഫ്രാൻസിസ് എന്നിവരും ബാങ്ക് ജീവനക്കാരും പങ്കെടുത്തു. ബാങ്ക് സെക്രട്ടറി ശ്രീ KP മദനൻ സ്വാഗതം പറഞ്ഞു. പതാക ഉയർത്തിയതിനെ തുടർന്ന് സഹകരണ പ്രതിജ്ഞയെടുത്തു. ന്യൂസ് ഡെസ്ക്. ലോക പ്രമേഹ ദിനാചരണം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്തും തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസും തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ലോക പ്രമേഹ ദിനാചരണം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ NA ഷീജ വിഷയാവതരണം നടത്തി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VC സജീന്ദ്രൻ, PR രാധാകൃഷ്ണൻ, സബിത സതീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം K രാമചന്ദ്രൻ, VS ഷാജു, എരുമപ്പെട്ടി CHC ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീ മുഹമ്മദ് ഇക്ബാൽ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി VA മനോജ് കുമാർ, ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മാസ് മീഡിയ ഓഫീസർ PA സന്തോഷ് കുമാർ, തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AB ബിനിത എന്നിവർ സംസാരിച്ചു. പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു. പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ സമുചിതമായി ആചരിച്ചു. KS നാരായണൻ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ നെഹ്റുവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PJ ജയദീപ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി NR സതീശൻ അനുസ്മരണ പ്രസംഗം നടത്തി. PN വൈശാഖ്, ബിജു ഇസ്മയിൽ, ചന്ദ്രപ്രകാശ് ചടമന, ജയൻ മംഗലം, KK അബുബക്കർ, ജോണി ചിറ്റിലപ്പള്ളി, MH ഷാനവാസ്, ഫിലിപ്പ് ജേക്കബ്, PS റഫീഖ്, ജെയ്സൺ പുതുരുത്തി, അഷറഫ് കരിമത്ര, K കൃഷ്ണകുമാർ, റോയ് ചിറ്റിലപ്പള്ളി, K ശശീധരൻ മാസ്റ്റർ, PP സുലൈമാൻ എന്നിവർ പ്രസംഗിച്ചു. കാഴ്ചയില്ലാത്തവർക്ക് കണ്ണിന്റെ മഹിമ അറിയുമെന്ന് K രാധാകൃഷ്ണൻ MP. കാഴ്ചയില്ലാതാകുമ്പോഴാണ് കണ്ണിന്റെ മഹിമയെക്കുറിച്ച് അറിയുകയെന്ന് K രാധാകൃഷ്ണൻ MP അഭിപ്രായപ്പെട്ടു. അത്യാധുനിക സൗകര്യങ്ങളുടെ കുന്നംകുളത്ത് ആരംഭിച്ച റാണി മേനോൻ മാക്സി വിഷൻ ഹോസ്പിറ്റലിന് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ എന്ന ഈ ഹോസ്പിറ്റലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം
നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും സമ്മതത്തോടും കൂടി ആദ്യമായി നിർവഹിച്ച് ഞാൻ അറിയിക്കുന്നു. ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് കിടക്കുന്നില്ല. ഞാൻ ഡോക്ടറോട് ചോദിച്ചു എത്രാമത്തെയാണ് പറഞ്ഞ. ഇന്ത്യയിൽ 51ാമത്തെയും അതുപോലെ കേരളത്തിൽ അല്ലെങ്കിൽ തൃശ്ശൂരിൽ 4ാമത്തെയുമാണ്. അപ്പോൾ 55 സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഇതോടുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. എന്തായാലും നമ്മുടെ ഈ പ്രദേശത്തെ അല്ലെങ്കിൽ ഈ നാടിന് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ളൊരു സ്ഥാപനമായിട്ട് ഈ സ്ഥാപനം മാറട്ടെ എന്ന് ആഗ്രഹിക്കുക. ഇവിടെ അനൗൺസ് ചെയ്തതുപോലെ തന്നെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത് ഈ കണ്ണാണ്. കണ്ണില്ലാത്തപ്പോഴാണ് കാഴ്ച എന്താണെന്ന് മനസ്സിലാവില്ലേ? കണ്ണുള്ളപ്പോൾ അതിൻ്റെ കാഴ്ചയുടെ പ്രത്യേകത നമുക്കറിയാം. അപ്പോൾ കണ്ണ് ഇല്ലാതാവുമ്പോഴാണ് കണ്ണിൻ്റെ കാഴ്ചയുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുക. കണ്ണിന്റെ സംരക്ഷണത്തിനായി ആരംഭിച്ച ആശുപത്രി എല്ലാവർക്കും വെളിച്ചം പകരുന്നതാകട്ടെ എന്നും കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. അമ്പാടി രാമകൃഷ്ണൻ, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, മാക്സി വിഷൻ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ GS വേലു, ഡോക്ടർ റാണി മേനോൻ, മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ MD ഡോക്ടർ റാണി മേനോൻ, മാക്സി വിഷൻ ഗ്രൂപ്പ് CEO സുധീർ VS എന്നിവർ സംസാരിച്ചു. 500 ചതുരശ്ര അടിയിൽ നിർമ്മിച്ചിട്ടുള്ള ആശുപത്രിയിൽ കാഴ്ചവൈകല്യങ്ങൾ പരിഹരിക്കുന്നതിനും തിമിരം, റിഫ്രാക്റ്റീവ് എന്നിവയ്ക്ക് നൂതന റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള നേത്രപരിശോധന, ശസ്ത്രക്രിയാ സൗകര്യങ്ങളും ആശുപത്രിയിൽ ലഭിക്കും. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ എന്ന സന്ദേശമാണ് റാണി മേനോൻ മാക്സി വിഷൻ ഹോസ്പിറ്റലിൻ്റേത്. പ്രധാന വാർത്തകൾ വീണ്ടും. മങ്കരയിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ വൻ മോഷണം. 8 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു. പി സരിനെ പുകഴ്ത്തി EP ജയരാജൻ. EP ജയരാജനെ പാലക്കാട് പ്രചരണത്തിന് എത്തിച്ചിട്ടും കാര്യമില്ലെന്ന് VD സതീശൻ. EP ജയരാജന്റെ ആത്മകഥ വിവാദത്തിൽ പ്രതിരോധത്തിലായി CPM. മുനമ്പം വിഷയത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നതായി മന്ത്രി P രാജീവ്. പോളിംഗ് കുറഞ്ഞത് LDFനെ ബാധിക്കില്ല എന്ന് MV ഗോവിന്ദൻ. ചേലക്കരയിൽ DMK മുന്നേറ്റമുണ്ടാക്കുമെന്ന് PV അൻവർ. മണ്ഡലകാല തീർത്ഥാടനം നാളെ മുതൽ ആരംഭിക്കും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.